1896 തുടക്കത്തിൽ സ്വന്തമായ ഒരു കരിയറും ജീവിതവും പടുത്തുയർത്തണമെന്ന ലക്ഷ്യത്തോടെ സ്കോട്ട്ലൻഡിൽ നിന്നും ഞാൻ കേപ്പ് ടൗണിലേക്ക് എത്തിയത്. കേപ്പ് ടൗണിൽ എൻ്റെ കരിയർ എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് വലിയ ധാരണയുണ്ടായിരുന്നില്ല. വലിയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിരുന്നു എനിക്കിഷ്ടം. അന്നെനിക്ക് വയസ്സ് 24 ആയിരുന്നുള്ളൂ. അവിടെ ഒന്നും ശരിയാകാത്തതുകൊണ്ട് ഞാൻ ജോഹന്നാസ്ബർഗിലേക്ക് മാറി. അവിടെയും ചെറിയ ജോലിയൊക്കെ ചെയ്തുവെങ്കിലും കാര്യമുണ്ടായില്ല. അങ്ങനെ അവിടെ നിന്നും മെഫക്കിങ്ങിലും മെറ്റാബിൾ ലാൻഡിലും ജോലി ചെയ്തു. ക്രമേണ ബെയറിലേക്ക് ഞാൻ മാറി. അവിടെ നിന്നാണ് ഞാൻ വേട്ടകൾ ആരംഭിക്കുന്നത്. പിന്നീട് മഷോണോ ലാൻഡ് മുഴുവൻ സഞ്ചരിച്ചു. അന്നവിടെ റെയിൽവേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമാണ്. അവിടെ ലേബർ ഓവർസിയറായി ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തു. അപ്പോഴാണ് ആംഗ്ലോ ബോയർ വാർ പൊട്ടിപ്പുറപ്പെടുകയും അതിൽ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ 1899 അവിടെ നിന്നും ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഞാൻ മാറി. അവിടെ നിന്നാണ് ഇന്ന് നിങ്ങൾ അറിയുന്ന വേൾഡ് ഗ്രേറ്റ് എലഫന്റ് ഹണ്ടർ ജെയിംസ് സദർലൻഡ് എന്ന ആനവേട്ടക്കാരൻ്റെ ജീവിതം തുടങ്ങുന്നത്. എൻ്റെ വേട്ട ജീവിതത്തിൽ ഏകദേശം 1300നും 1600നും ഇടയിൽ ആനകളെ ഞാൻ വേട്ടയാടിയിട്ടുണ്ട്. ഒരു വേട്ടക്കാരനായിട്ട് മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടിയും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1916 എനിക്ക് ക്യാപ്റ്റൻ പദവി ലഭിക്കുന്നത്. യുദ്ധത്തിന് ശേഷവും ഞാൻ വേട്ടകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മറ്റൊരു ആനവേട്ട കഥയാണ്. വർഷം 1909 ഡിസംബർ മാസത്തിലെ ഒരു പ്രഭാതം. ക്രിസ്തുമസിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. പക്ഷെ ഞാൻ എൻ്റെ സഹായികളുടെ കൂടെ ഇമ്പരംകണ്ടു നദിക്കരയിലേക്ക് നടക്കുകയാണ്. കൂടെ സഹായിമാരുടെ ഭാര്യമാരും കുട്ടികളുമുണ്ട്. നദിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു കൂട്ടം ആനകളുടെ ഫ്രഷ് ആയിട്ടുള്ള കാൽപ്പാടുകൾ ഞങ്ങൾ കണ്ടു. കുറച്ചു സമയം മുമ്പ് വരെ അവർ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്നു വരുമ്പോൾ കാറ്റിലൂടെ അവർക്ക് ഞങ്ങളുടെ മണം കിട്ടുകയും ഇതിനോടകം അവർ ഇവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. അവരെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറായിരുന്നില്ല. മുമ്പുള്ള ആഴ്ചകളിലെ വേട്ടകൾ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഇവരെ ട്രാക്ക് ചെയ്തു പോകാൻ തന്നെ തീരുമാനമെടുത്തു. എൻ്റെ 4 ട്രാക്കർമാരെ കൂട്ടി ഞാൻ നടപ്പാരംഭിച്ചു. ബാക്കിയുള്ള സ്ത്രീകളോടും കുട്ടികളോടും തിരിച്ച് ക്യാമ്പിൽ പോകാൻ നിർദ്ദേശം നൽകി. മണിക്കൂറുകൾ നീണ്ട നടത്തം പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരിടത്താണ് കൊണ്ടെത്തിച്ചത്. ആനച്ചൂർ എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. ആനകൾ ഇവിടെ തൊട്ടടുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് നടന്നപ്പോൾ തൊട്ടു മുൻപിലായി വലിയൊരു ആന നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ കൂട്ടത്തിലെ അവനെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. ഞാൻ അവൻ്റെ കഴുത്തിന് നേരെ നോക്കി വെടിപൊട്ടിച്ചു. ഒരൊറ്റ വെടിയിൽ തന്നെ അവൻ വീണു. ആനകളുടെ കഴുത്തിൽ ഒരടി വേണ്ട പോലെ തന്നെ കൊണ്ടാൽ ആനയ്ക്ക് സാരമായ പരിക്കേൽക്കും. അവൻ അവിടെ കിടക്കട്ടെ. അവൻ്റെ കൂട്ടാളികളെ ഉടൻ തന്നെ കണ്ടെത്തണം. അവൻ നദി മുറിച്ച് കടന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ഉടൻ തന്നെ നദി മുറിച്ച് കടക്കാൻ തുടങ്ങി. മുട്ടോളം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നദി മുറിച്ച് കടന്ന് വീണ്ടും പുൽക്കാട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇടതൂർന്ന ആനപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. അത് ഏകദേശം 2 ആൾ പൊക്കം ഉയരം കാണും. ഒരാന കയറിയാൽ പോലും കാണാൻ സാധിക്കില്ല. അതിൻ്റെ കൂടെ അവിടുത്തെ ആളുകൾ ഉപ്പുപ്പു ബീൻ എന്ന് വിളിക്കുന്ന നായക്കുറിനയുടെ വള്ളികളുമുണ്ട്. അതിൻ്റെ ചൊറിച്ചിൽ സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആനകൾ പോയതുകൊണ്ട് പുല്ലുകൾ 2 ആയി മാറിക്കിടക്കുന്നുണ്ട്. കണ്ടാൽ ഒരു ടണലാണെന്ന് തോന്നിപ്പോകും. ഇത്തരമൊരു ചുറ്റുപാടിൽ ആനകളെ ട്രാക്ക് ചെയ്യുന്നത് തീർത്തും അപകടകരമാണ്. തൊട്ട് അടുത്തുള്ളത് പോലും കൃത്യമായി കാണാൻ കഴിയില്ല. ഇനി ആന ഡബിൾ ബാക്ക് ചെയ്താൽ ഒന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല. ഡബിൾ ബാക്ക് എന്നാൽ പോകുന്ന വഴിയിൽ നിന്നും ഒരു സെമി സർക്കിൾ രൂപത്തിൽ കറങ്ങി വന്ന വഴിയിൽ തന്നെ എത്തുന്നതാണ്. ആന ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പിന്നിലായിട്ടാണ് ഇനി ആനയുണ്ടാവുക. ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ട് സിംബ മുന്നിൽ നടക്കുന്നുണ്ട്. സിംബ എൻ്റെ വിശ്വസ്തനും ധൈര്യശാലിയുമായ ട്രാക്കർമാരിൽ ഒരാളാണ്. അവൻ്റെ തൊട്ടു പിന്നിൽ തോക്കും പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. സിംബ എന്നെ നോക്കി മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടി. വലിയ കറുത്തൊരു പാമ്പ്. ഞങ്ങളുടെ സമീപനത്തെ ഭയന്നാകണം അത് ഞങ്ങൾക്ക് നേരെ ഒരു ഹിസ്സിംഗ് ശബ്ദമുണ്ടാക്കി. അത് പെട്ടെന്ന് തന്നെ മുന്നിൽ നിന്നും മാഞ്ഞുപോയി. മാസ്റ്റർ, നമുക്കിന്ന് ഭാഗ്യമുള്ള ദിവസമാണ്, സിംബ പറഞ്ഞു. പാമ്പുകൾ ഇങ്ങനെ മുന്നിലൂടെ പോകുന്നത് ഭാഗ്യത്തിൻ്റെ സൂചന എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തായാലും ആനകളുടെ പുറകെയുള്ള നടത്തം ഒരു കുറ്റിക്കാട്ടിലാണ് കൊണ്ടെത്തിച്ചത്. സമയം 5 മണിയായി കാണും. അവർ മരച്ചില്ലകൾ ഒടിച്ച് ഭക്ഷിക്കുകയാണ്. സിംബയുടെ ഭാഗ്യപ്രവചനം കാറ്റ് കൊണ്ടുപോയി. ഞങ്ങളുടെ സ്മെൽ അവർക്ക് കിട്ടുകയും അവൻ അവിടെ നിന്ന് മാറുകയും ചെയ്തു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അപ്പോൾ ഇടതുഭാഗത്തായി ഒരു 100 യാർഡ് അകലത്തിൽ കുറ്റിച്ചെടികൾ അധികമില്ലാത്ത സ്ഥലത്ത് 2 ആനകളെ ഞാൻ കണ്ടു. അവർ മുന്നോട്ട് നടക്കുകയാണ്. 2 പേരെയും പോയിന്റ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഒരെണ്ണത്തിന് ലക്ഷ്യം വെച്ച് ഞാൻ വെടിയുതിർത്തു. മുരണ്ട ശബ്ദങ്ങൾ ഉണ്ടാക്കി ആന നിലത്തോട്ട് വീണു.
എൻ്റെ 577 ഡബിൾ ബാരൽ റൈഫിൾ ഇത്തരം ബിഗ് ഗെയിം ഹണ്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നത് ഓടിയിരുന്നു. എന്തായാലും വീണ് കിടക്കുന്ന കൊമ്പൻ്റെ അടുത്തേക്ക് വാലിൻ്റെ ഭാഗത്തുകൂടെ ഞാൻ ചെന്നു. പെട്ടെന്ന് ആന തലതിരിച്ച് തുമ്പിക്കൈ കൊണ്ടെന്നെ പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആനകളുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ തുമ്പിക്കൈ തന്നെയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ദൂരത്തേക്ക് നീട്ടാൻ സാധിക്കും. തുമ്പിക്കൈയിലുള്ള 40,000-ഓളം വരുന്ന പേശികളുടെ സാന്നിധ്യമാണ് ഇവരെ ഇതിന് സഹായിക്കുന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അതിൻ്റെ ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടില്ല എന്നറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഷോട്ട് അതിൻ്റെ തലച്ചോറിലേക്കാണ് എടുത്തത്. അന്തരീക്ഷം ശാന്തമായി. ഞാൻ ആദ്യം എടുത്ത ഷോട്ട് ആനയുടെ ഹൃദയത്തിലായിരുന്നു തറച്ചത്. ഞങ്ങൾ അവനെ വ്യക്തമായി പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ നിന്നും പുല്ലുകൾ അനങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഞങ്ങൾക്ക് തൊട്ട് പിന്നിലായി തന്നെ ഒരു ആനയുണ്ട്. അത് മുന്നേ ചെരിഞ്ഞ കൊമ്പൻ്റെ കൂടെ ഉണ്ടായവനല്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. സിംബയും നദവാസിയും ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ട് മുന്നിലായും പുറകെ ഞാൻ തോക്ക് പോയിന്റ് ചെയ്തുമാണ് നടക്കുന്നത്. പുൽക്കാട്ടിൽ നിന്ന് ആന നടക്കുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ അവൻ ഞങ്ങളെ കണ്ടിരിക്കുകയോ ഞങ്ങളുടെ ശബ്ദം കേട്ടിരിക്കുകയോ ചെയ്തിരിക്കണം. പെട്ടെന്ന് പുൽക്കാട്ടിൽ നിന്നും തുമ്പിക്കൈ ചുരുട്ടിപ്പിടിച്ച് തല താഴ്ത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് കൊലവിളിയോടെ അവൻ ഞങ്ങൾക്ക് നേരെ ചാർജ് ചെയ്തു. അവൻ 12 യാർഡ് അകലത്തിലെത്തിയപ്പോൾ എൻ്റെ 577 ഡബിൾ ബാരൽ റൈഫിളിലെ ഇടത്തെയും വലത്തെയും ബാരലിൽ നിന്നും വെടിപൊട്ടി. അവൻ്റെ നെറ്റിയിലാണ് അത് തുളച്ചു കയറിയത്. വെടികൊണ്ടതിൻ്റെ ആഘാതത്തിൽ ആനയൊന്ന് നിന്നെങ്കിലും അവൻ വീണ്ടും ഞങ്ങൾക്ക് നേരെ ചാർജ് ചെയ്തു വന്നു. വെടി വേണ്ട പോലെ കൊണ്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. റൈഫിൾ റീലോഡ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. എന്നാൽ എൻ്റെ സഹായിയുടെ കയ്യിലുണ്ടായിരുന്ന മറ്റേ റൈഫിൾ എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞതുമില്ല. ഞാൻ സ്തംഭിച്ചുപോയി. പെട്ടെന്ന് തലയ്ക്ക് പിന്നിലൂടെ ഒരു വെടി ആനയുടെ കണ്ണിലേക്ക് പതിയുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്കപ്പോഴാണ് ശ്വാസം നേരെ വീണത്. സിംബയാണ് ആ വെടി പൊട്ടിച്ചത്. സിംബ എൻ്റെ കുറച്ച് യാർഡുകൾക്ക് പിന്നിലായി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് റൈഫിൾ വാങ്ങി ബാക്കി വന്ന 3 ബുള്ളറ്റുകൾ ആനയുടെ ദേഹത്തേക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു. കൃത്യമായ ഷോട്ട് എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ അലക്ഷ്യമായി വെടിവെക്കാൻ മുതിർന്നത്. ആന പെട്ടെന്ന് പുൽക്കാട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ ധൃതിയിൽ പുൽക്കാട്ടിലേക്ക് കയറി. കൂടെ ട്രാക്കർമാരുമുണ്ട്. ആനയെ ഉടനെ കണ്ടെത്തി വെടിവെച്ച് വീഴ്ത്തണം. ഇത് മനസ്സിൽ ഉറപ്പിച്ച് ഞങ്ങൾ വേഗത്തിൽ പുൽക്കാട്ടിനുള്ളിലൂടെ നടന്നു. 15 അടി വരെ വളർന്നു നിൽക്കുന്ന ആനപ്പുല്ലുകൾക്കിടയിലൂടെ വെടികൊണ്ടൊരൊറ്റയാനെ തപ്പുന്നത് മരണത്തെ തിരയുന്നതിന് സമമാണ്. ഞങ്ങൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് വേഗത്തിലോടി. അവിടെ 200 യാർഡ് അകലത്തിൽ ഒരു കുന്നുണ്ടായിരുന്നു. കുന്നിലാണെങ്കിൽ പുല്ലുകളും മരങ്ങളും താരതമ്യേന കുറവുമാണ്. ആന ഇതിനോടകം വീണിട്ടില്ലെങ്കിൽ അവനെ ഈ കുന്നിൻ മുകളിൽ കയറിയാൽ കാണാൻ സാധിക്കും. കുറച്ചു ദൂരം അകലെയായി ആന പുല്ലുകളെ വകഞ്ഞു മാറ്റി നീങ്ങുകയാണ്. അവൻ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതവൻ്റെ നടത്തത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഞാൻ എൻ്റെ 577 റൈഫിൾ സിംബയുടെ കയ്യിൽ കൊടുത്ത് എൻ്റെ ഭാരം കുറഞ്ഞ റൈഫിൾ എടുത്തു. ശേഷം അവൻ്റെ ഹൃദയം ലക്ഷ്യമാക്കി ഞാൻ പൊട്ടിച്ചു. പുല്ലുകൾ കാരണം കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കിട്ടിയിരുന്നില്ല. ഞങ്ങൾ ആന നിൽക്കുന്നിടത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ ആന കിടന്ന് വേദന കൊണ്ട് ഞെരങ്ങുകയാണ്. ഞാൻ എൻ്റെ 577 റൈഫിൾ എടുത്ത് അവൻ്റെ അവസാനം എടുത്തു. അതവൻ്റെ തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങി. ഞങ്ങൾ വീണ ആനകളുടെ കൊമ്പെടുക്കുമ്പോൾ സിംബ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു സംശയഭാവത്തിലാണ് സിംബയുടെ മുഖം ഇരിക്കുന്നത്. അവന് എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ഈ ആനയ്ക്ക് 2 വെടി തലയ്ക്ക് കൊണ്ടിട്ടും വീഴാത്തതെന്ന് അവൻ ചോദിച്ചു. സത്യത്തിൽ എനിക്കും അത് തോന്നിയിരുന്നു. പക്ഷേ ഇതിടയ്ക്ക് സംഭവിക്കാവുന്ന ഒരു സാധ്യതയാണ്. തലയ്ക്ക് വെടികൊണ്ടാലും വളരെ റെയറായി ഇങ്ങനെ നടക്കാറുണ്ട്. ഇത് വലിയ ആനകളിലാണ് സംഭവിക്കാറ്. ബുള്ളറ്റിൻ്റെ ഭാരം, അതിൻ്റെ പ്രഹരശക്തി, ഷോട്ട് എടുക്കുന്ന ദൂരം, ഇതൊക്കെ അതിനുള്ള കാരണങ്ങളാണ്. ഈ ആന തലയ്ക്ക് വെടിയേറ്റിട്ടും 1 മണിക്കൂറോളം ജീവൻ നഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട്. സിംബയൊന്ന് തലയാട്ടി. ഞാൻ ചെരിഞ്ഞു കിടന്ന ആനയുടെ അടുത്തെത്തി കത്തി ഉപയോഗിച്ച് വെടികൊണ്ടിടത്ത് ചെറിയൊരു ദ്വാരമുണ്ടാക്കി പരിശോധിച്ചപ്പോൾ വെടി തലച്ചോറിൽ കയറിയിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോൾ സിംബയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. വെടികൊണ്ട വീണ ശേഷവും ഞാൻ ആനകളെ നിരീക്ഷിക്കാറുണ്ട്. അത് പഠിക്കുകയും വിശകലനം ചെയ്യുന്നതിലൂടെ മുന്നോട്ടുള്ള വേട്ടകളിൽ സഹായകമാണെന്ന് എനിക്കറിയാമായിരുന്നു. ആനയുടെ കൊമ്പുകൾ എടുക്കാൻ ക്യാമ്പിൽ നിന്നും ആളുകളെത്തി. ട്രാക്കർമാരുടെ ഭാര്യമാരും കുട്ടികളും അതിലുണ്ടായിരുന്നു. ഇവർ ആനപ്പുറത്ത് കയറിയിരുന്നു. ഞാൻ മിക്കപ്പോഴും വേട്ടമൃഗത്തിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ അവർ ചെരിഞ്ഞു കിടക്കുന്ന ആനയുടെ പുറത്തും ഞാൻ ആനയുടെ കൊമ്പിൻ മുകളിലും ഇരുന്ന് ഫോട്ടോ എടുത്തു. ശേഷം ഞാൻ ക്യാമ്പിലെത്തി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങി.
അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ എൻ്റെ സഹായികളിൽ കുറച്ചുപേർ ക്യാമ്പിലേക്ക് ഓടി വന്നു. അവർ ഇന്നലെ വീഴ്ത്തിയ ആനകളുടെ കൊമ്പെടുക്കാൻ പോയവരായിരുന്നു. ക്യാമ്പിനടുത്തായി 2 വലിയ ആനകളുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടുവെന്നും ആനകൾ അരമണിക്കൂർ മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അടുത്ത വേട്ടയ്ക്കായി തയ്യാറായി. ഞാൻ എൻ്റെ ട്രാക്കർമാരെ വിളിച്ചു. മറ്റാരുമല്ല, സിംബയും നദവാസിയും. കൂടെ ടീഗ എന്നൊരു കുട്ടിയുമുണ്ട്. ഞങ്ങൾ 2 ബോട്ടിൽ വെള്ളവുമെടുത്ത് നടപ്പാരംഭിച്ചു. ഏകദേശം അരമണിക്കൂർ നടത്തത്തിന് ശേഷം ഞങ്ങൾ ആനകൾ നിൽക്കുന്നിടത്തെത്തി. അവർ ങ്വാജു മരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കുകയും ഒപ്പം ചെറിയ ചില്ലകൾ ഒടിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാറ്റ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അടിക്കുകയും അവർക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാവുകയും ചെയ്തു. അവർ ഉള്ളിലേക്ക് മാറിപ്പോയി. ആ 2 കൊമ്പന്മാർ 2 ദിശകളിലേക്കായാണ് പോയത്. അതുകൊണ്ട് കൂട്ടത്തിലെ വലുതിൻ്റെ പുറകെ പോകാമെന്ന് ഉറപ്പിച്ചു. ആനകളുടെ ഫുട് പ്രിന്റുകൾ അവിടെ മണ്ണിൽ പതിഞ്ഞിരുന്നു. അതിൽ നിന്നും ആനയുടെ വലിപ്പവും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ പിന്തുടരാൻ തീരുമാനിച്ച ആന അസാമാന്യ വലിപ്പമുള്ള ഒന്നാണ്. അതുകൊണ്ട് അവൻ്റെ കൊമ്പിനും വളരെയധികം വലിപ്പവും ഭാരവും കാണും. അവൻ അത്യാവശ്യം പ്രായമായ വളരെ കൗശലക്കാരനായിട്ടുള്ള ആനയാണ്. അത് മുന്നോട്ടുള്ള സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ പെട്ടെന്ന് ഓടി ആനപ്പുല്ല് വളർന്നു നിൽക്കുന്ന പുൽക്കാടിനുള്ളിലേക്കാണ് കയറിയത്. ഞങ്ങൾ കാറ്റിൻ്റെ സഹായത്തോടെ അവനെ ട്രാക്ക് ചെയ്തെത്തിയത് ഇടതൂർന്ന ഒരു വനപ്രദേശത്തേക്കാണ്. അതിൽ നിറയെ നായക്കൊർണയുടെ വള്ളികളും. സത്യത്തിൽ അവൻ ഞങ്ങളെ ട്രാപ്പാക്കി എന്ന് വേണം പറയാൻ. ആന ഒരിടത്തും നിൽക്കുന്നില്ല, അവൻ നടക്കുകയാണ്. കുറച്ചു ദൂരം പോയപ്പോഴേക്കും ആന നിൽക്കുന്ന മരം നദവാസി ചൂണ്ടിക്കാട്ടി. പക്ഷേ വെടി ഉതിർക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ആനയെ കൃത്യമായിട്ട് കാണുന്നില്ല. ചെവിയുടെ ഒരു ഭാഗവും ഇടക്ക് തുമ്പിയുടെ ഒരറ്റവുമാണ് കാണുന്നത്. അലക്ഷ്യമായ ഒരു വെടി പൊട്ടിച്ചതിനെ പ്രകോപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. കാരണം അത് ഞങ്ങളുടെ നേരെ തന്നെ ചാർജ് ചെയ്തു വരാം. ഇത്തരം അപകട സാധ്യതകൾ മുൻനിർത്തി ഞാൻ വെടി പൊട്ടിച്ചില്ല. സമയം ഇരുട്ടി തുടങ്ങുകയാണ്. ഈ സമയത്ത് കൃത്യമായി തീരുമാനമെടുക്കുന്നതിൽ ഞാൻ സ്വല്പം ബുദ്ധിമുട്ടി എന്ന് വേണം പറയാൻ. പക്ഷേ അതേസമയം ആന തുമ്പിക്കൈ വായുവിൽ ഉയർത്തി. ആനയ്ക്ക് ഞങ്ങളുടെ ഗന്ധം കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഇടതുവശത്ത് 300 യാർഡ് അകലെയുള്ള ഒരു കുന്ന് കണ്ടത്. ആ കുന്നിൻ മുകളിൽ കയറിയാൽ ഒരുപക്ഷെ ആനയെ വ്യക്തമായി കാണാൻ സാധിക്കും. ഞങ്ങൾ ആ മലമുകളിലേക്ക് നടന്നു. പ്രത്യക്ഷത്തിൽ ആനയെ ഒന്നും കാണുന്നില്ല. ഞാൻ എൻ്റെ .318 റൈഫിളിൽ ടെലസ്കോപ്പ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു ആന മരത്തണലിൽ നിന്നും പുറത്തു വരുന്നത് ഞാൻ അതിലൂടെ കണ്ടു. പുല്ലുകളുള്ളിടത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. അവൻ്റെ വലിയ ചെവി എനിക്കിപ്പോൾ വ്യക്തമായി കാണാം. അതിലൂടെ ഞാൻ അവൻ്റെ നെറ്റിയുടെ സ്ഥാനം കണക്കാക്കി. ഇതൊക്കെ മനസ്സിലുറപ്പിച്ച് പോയിന്റ് ചെയ്തു നിന്നു. ഇതൊരു റിസ്കി ഷോട്ടാണെന്ന് എനിക്കറിയാം. ഇനിയും വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വെടി പൊട്ടിച്ചു. നേരത്തെ രീതിയിലുള്ള ചിഹ്നവിളി ശബ്ദം ഞങ്ങൾക്ക് ഇവിടെ നിന്നും കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആന തിരിഞ്ഞ് ഞങ്ങളുടെ നേരെയാണ് വരുന്നത്. അവൻ മുന്നോട്ട് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് 2ാമത്തെ വെടിയും പൊട്ടിച്ചു. അത് കൊണ്ടതും ആന മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞോടി. നദവാസി എന്നെ അവൻ്റെ ചുമലിൽ കയറ്റി ഇരുത്തി വെടിവെക്കാമെന്ന് പറഞ്ഞു. മാഗസിനിൽ 3 കാർട്രിഡ്ജുകൾ വരെ ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ വെടി പൊട്ടിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും ആനയെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. അവൻ അപ്പോഴേക്കും ഒരു പുൽക്കാട്ടിലേക്ക് ഓടി മറഞ്ഞിരുന്നു. കുറച്ചു സമയം ഞങ്ങൾ ആനയെ കാഴ്ചയിൽ നിന്നും നഷ്ടപ്പെട്ട നിരാശയിൽ നിൽക്കുമ്പോഴാണ് ആന പോയ വഴിയിൽ നിന്നും കൊലവിളി ഉയർത്തിക്കൊണ്ടുള്ള ചിഹ്നവിളി കേൾക്കുന്നത്. ആന ഇപ്പോൾ തിരിഞ്ഞ് ഞങ്ങളുടെ ദിശയിലേക്കാണ് വരുന്നത്. ശബ്ദത്തിൽ നിന്നും ഞങ്ങൾക്കത് മനസ്സിലായി. ആ കൊലവിളി ശബ്ദത്തിൻ്റെ കൂടെ ഒരു മനുഷ്യൻ്റെ നിലവിളി കൂടെ കേൾക്കാമായിരുന്നു. ഇത് കേട്ടപ്പോൾ സിംബയ്ക്ക് കാര്യം മനസ്സിലായി. നമ്മൾക്ക് വേണ്ട ഭക്ഷണവുമായി വരുന്നവരെ ആന കണ്ടിട്ടുണ്ടാകും, സിംബ പറഞ്ഞു. ഞാൻ അപ്പോഴാണ് അക്കാര്യം ഓർത്തത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ വേട്ടക്കിറക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ചു ദൂരം പിറകിലായി എൻ്റെ സഹായികൾ ഉണ്ടാകും. ഒരു പാചകക്കാരനും യൂസുഫു എന്ന ഒരു ചെക്കനുമായിരുന്നു അത്. ഇതെല്ലാം എൻ്റെ മനസ്സിലൂടെ മിന്നൽ വേഗത്തിലാണ് കടന്നുപോയത്. ഞാൻ പെട്ടെന്ന് എൻ്റെ .577 ഡബിൾ ബാരൽ റൈഫിൾ എടുത്ത് ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി ഓടി. കൂടെ എൻ്റെ ട്രാക്കർമാരുമുണ്ട്. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞങ്ങൾക്ക് നേരെ നിലവിളിച്ച് ഓടി വരുന്ന ആ പാചകക്കാരനെയാണ് കണ്ടത്. അവന് ഭയം കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അവൻ കുറച്ചു വാക്കുകളെ പറഞ്ഞുള്ളൂ. അതിൽ നിന്നും കാര്യങ്ങൾ ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പാവം യൂസുഫിനെ ആന ഇതിനോടകം കൊന്നിട്ടുണ്ടാകണം. ആന ഓടിച്ചപ്പോൾ 2 പേരും 2 ദിശയിലായാണ് ഓടിയത്. യൂസുഫിന്റെ പുറകെയാണ് ആന ഓടിയതെന്നും അവൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഇവരെ ആന ഓടിച്ച സ്ഥലത്തെത്തി. പക്ഷേ ഒന്നും കാണാനുണ്ടായിരുന്നില്ല.
മങ്ങിയ ആ വെളിച്ചത്തിൽ ഞങ്ങളെ ആനയെ ട്രാക്ക് ചെയ്തു. ഞങ്ങൾ നിശബ്ദരായി കുറച്ചു നേരം നിന്നു. ഒന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു മറവിൽ നിന്നും ഒരു അലർച്ച കേട്ടു. ഞാൻ തോക്കെടുത്ത് ലക്ഷ്യം വെച്ചു. ഞങ്ങളുടെ നേരെ ചാർജ് ചെയ്തു വരികയാണവൻ. കുറച്ച് യാർഡ് അകലത്തിലെത്തിയപ്പോൾ എൻ്റെ ഡബിൾ ബാരൽ റൈഫിളിൽ നിന്നും 2 വെടികളും പൊട്ടി. ആന മുട്ടുകുത്തി വീണു. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ സിംബയുടെ കയ്യിൽ നിന്നും 2ാമത്തെ റൈഫിൾ എടുത്ത് അതിൻ്റെ തല ലക്ഷ്യമാക്കി തന്നെ പൊട്ടിച്ചു. അത് മതിയായിരുന്നു. ആന വീണു എന്ന് എനിക്ക് ഉറപ്പായി. ഞങ്ങൾ അപ്പോൾ തന്നെ യൂസുഫു എന്ന് ശബ്ദത്തിൽ വിളിച്ചു നോക്കി. ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇതിനോടകം യൂസുഫ് മരിച്ചിരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ആ സമയത്താണ് മാസ്റ്റർ എന്നുള്ള വിളി ഞങ്ങൾ കേട്ടത്. അത് യൂസുഫിൻ്റെ ശബ്ദമാണ്. അവൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി. കുറച്ചു നേരത്തിന് ശേഷം ഭയന്ന് വിറളിച്ച മുഖവുമായി അവൻ ഞങ്ങളുടെ അടുത്തേക്കെത്തി. കുറച്ചു സമയത്തേക്ക് അവരൊന്നും തന്നെ സംസാരിച്ചില്ല. പിന്നെ പതുക്കെ അവൻ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഇവർ 2 പേരും ഭക്ഷണ സാധനങ്ങൾ തലയിൽ ചുമന്ന് വരുന്നതിനിടയിലാണ് ആന ഇവരെ ഓടിച്ചത്. യൂസുഫിൻ്റെ പുറകെയാണ് ആന വന്നത്. അവൻ വേഗത്തിൽ ഓടിയപ്പോൾ തലയിലുണ്ടായിരുന്ന ചാക്ക് ചാടി. മനുഷ്യന്റെ ഗന്ധമുണ്ടായിരുന്ന ആ ചാക്കിനെ ആന തുമ്പിയിലെടുത്ത് കറക്കി എറിഞ്ഞു. അവന്റെ ദേഷ്യം മുഴുവൻ ആ ചാക്കിനോടാണ് തീർത്തത്. അപ്പോഴേക്കും അവന് സുരക്ഷിതമായ അകലത്തിൽ എത്താൻ സാധിക്കുകയും ചെയ്തു. വേട്ടയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ്. എന്തായാലും ഞങ്ങൾ ആന വീണു കിടക്കുന്നതിൻ്റെ 100 യാർഡ് അകലത്തിൽ ക്യാമ്പ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണമാണ് ആന ഇല്ലാതാക്കിയത്. പക്ഷേ അതിനു പകരം അന്നത്തെ അത്താഴം അവൻ്റെ ചുട്ടെടുത്ത ഹൃദയമായിരുന്നു. എല്ലാവരും ആ രാത്രി വളരെ സുരക്ഷിതമായി കിടന്നുറങ്ങി. ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഈ 2 ദിവസത്തെ വേട്ടയാണ്. ഏകദേശം 300 കിലോഗ്രാം ആനക്കൊമ്പാണ് എനിക്കിതിലൂടെ ലഭിച്ചത്. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം ആഫ്രിക്കയിൽ തീർത്തവനാണ് ഞാൻ. അതുകൊണ്ട് ആഫ്രിക്കയിലെ പ്രകൃതി എനിക്ക് ഏറെ പരിചിതമാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആനകളെ വീഴ്ത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ ഈ വരൾച്ച കാലങ്ങളിലൊക്കെ മിക്ക നദികളിലെയും വെള്ളം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ മുൻമാസങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ആനകൾ വെള്ളമുള്ള നദികളിലേക്ക് കൂട്ടമായി വരും. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ ആനകളെ നമുക്ക് വേട്ടയാടാൻ കഴിയും. എന്നാൽ മഴക്കാലങ്ങളിൽ വേട്ടയാടൽ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൻ്റെ ലഭ്യതയും പിന്നെ വളർന്നു നിൽക്കുന്ന ആനപ്പുല്ലുകളും. ഈ ആനപ്പുല്ലുകൾക്കിടയിലൂടെ ആനകളെ ട്രാക്ക് ചെയ്തു പോകുന്നത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. ആഫ്രിക്കയിലെ ഗെയിം ഹണ്ടിനെ പറ്റി വിശദീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമല്ല. ഉദാഹരണത്തിന് ആനകൾ ഉറങ്ങാറില്ല. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. ആനകൾ ഉറങ്ങാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരു ആനയെ ആ കിടന്ന കിടപ്പിൽ ഞാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലെ ജീവികളും മനുഷ്യരും എല്ലാം വ്യത്യസ്തരായ കഥാപാത്രങ്ങളാണ്. ഇവർക്കിടയിൽ ധാരാളം അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വലിയ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ചില സമയത്ത് സത്യമായി തീരാറുണ്ട്. ഇന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാട്ടുപോത്തിൽ നിന്നും എനിക്കുണ്ടായ അനുഭവമാണ്. കൂടെ ഒരു ആനവേട്ടക്കഥയും. കഥ പറയുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ നടക്കുന്നത് ലുവേഗു നദിക്കരയിലെ സുൽത്താൻ ലിയാൻഡൂക്കിന്റെ ഗ്രാമത്തിലാണ്. അന്ന് ഞാൻ അവിടെയായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. രാത്രി 2 മണിക്ക് എൻ്റെ ട്രാക്കർമാർ ഒരാളായ മലിംഗം പതിയെ എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. പാതി മയക്കത്തിലായിരുന്നു ഞാൻ. ഇവരുടെ തോട്ടത്തിൽ ആന ഇറങ്ങിയെന്നും അത് തോട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുമാണ് അവൻ എന്നോട് വന്ന് പറഞ്ഞത്. പക്ഷേ ഉറക്കത്തിന്റെ കാഠിന്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഉറക്കം മാത്രമല്ല, കൂരാക്കുരുട്ടിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? നേരം വെളുത്തിട്ട് നോക്കാം. ഇത് ഞാൻ മലിംഗത്തിനോട് പറഞ്ഞുകൊണ്ട് ബ്ലാങ്കറ്റ് മുകളിലേക്ക് പൊതിച്ച് ഞാൻ സുഖമായി കിടന്നുറങ്ങി. പ്രഭാതം പൊട്ടിവിടർന്നു. ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് മലിംഗത്തിനെ വിളിച്ചു. ശേഷം എൻ്റെ റൈഫിളുകളും മറ്റ് ആവശ്യ സാധനങ്ങളും എടുത്ത് നേരെ ആന ഇറങ്ങിയ കൃഷിസ്ഥലത്തേക്ക് നടന്നു. നേരം വെളുത്തിട്ട് കഷ്ടിച്ച് 1/2 മണിക്കൂറായി കാണും. ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്തെത്തി. ശക്തമായ ആനച്ചൂരാണ് അവിടെയെല്ലാം. ആന അവിടെ ആകെ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. പരിസരമൊക്കെ ഞങ്ങളൊന്ന് പരിശോധിച്ചു. ആന കൂട്ടമല്ല, ഒറ്റയാനാണ്. കാൽപ്പാടുകളിൽ നിന്നും അത് ഞങ്ങൾക്ക് മനസ്സിലായി. ആന പോയ ദിശ എൻ്റെ ട്രാക്കർ മലിംഗ കണ്ടുപിടിച്ചു. അവൻ ആന പോയ ദിശ ചൂണ്ടിക്കാട്ടി എന്നെ ഒന്ന് നോക്കി. ഞാൻ അവന്റെ പുറകെ നടപ്പാരംഭിച്ചു. മലിംഗയുടെ കയ്യിൽ എൻ്റെ 10.75 റൈഫിളും ഞാൻ 5.77 ഡബിൾ ബാരൽ റൈഫിളും പിടിച്ച് നടക്കാൻ തുടങ്ങി.
ആനകളുടെ മണം പിടിച്ച് ഞങ്ങൾ എത്തിയത് 12 അടി ഉയരമുള്ള പുൽക്കാട്ടിലാണ്. ആനകൾക്ക് എപ്പോഴും ഇത്തരം ആനപ്പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കാനാണ് ഇഷ്ടം. ഇതിലൂടെ ഒരു ആന പോയാൽ ആ ആനയെ ട്രാക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരുപക്ഷെ ആനക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഒരു 100 യാർഡ് പിന്നിലായി ഗ്രാമത്തിലെ കുറച്ചാളുകൾ പുറകെ വരുന്നുണ്ട്. എന്റെ സാധനങ്ങൾ ചുമന്ന് വരുന്നവരാണവർ. സത്യത്തിൽ ആന ഞങ്ങൾക്ക് കുറെ മുൻപേ പോയിട്ടുണ്ട്. ആനപ്പിണ്ടത്തിന്റെ ചൂടും പുല്ലുകൾ ഒടിഞ്ഞു കിടക്കുന്നതിന്റെ രീതിയൊക്കെ നോക്കിയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ആന മുന്നേ പോയതുകൊണ്ട് നടത്തത്തിന് ഒരൽപ്പം വേഗത കൂട്ടി. പെട്ടെന്ന് ഞങ്ങളുടെ വലതുഭാഗത്തു നിന്നും പുല്ലുകൾ ഒടിയുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ നടപ്പ് നിർത്തി പരസ്പരം ഒന്ന് നോക്കി. എന്റെ മുന്നിലാണ് മലിംഗം നിൽക്കുന്നത്. എന്റെ കൂടെ ഹയ്യ എന്ന സഹായിയുമുണ്ട്. ഞങ്ങൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് തലതിരിച്ചു നോക്കി. പേടിപ്പിക്കുന്ന രീതിയിലുള്ള മുരൾച്ച ശബ്ദമാണ് അപ്പോൾ ഞങ്ങൾ കേട്ടത്. സത്യത്തിൽ അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കാട്ടുപോത്തുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അവൻ ശക്തമായൊന്ന് മുക്രയിട്ട് പുല്ലുകളെ വകഞ്ഞു മാറ്റി ഞങ്ങൾക്ക് നേരെ ഓടി വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയത്. എന്റെ തോക്ക് കാണുന്നില്ല. തോക്കിന്റെ ഭാരം കാരണം ഞാൻ എൻ്റെ ഹയ്യ എന്ന സഹായിയുടെ കയ്യിൽ കുറച്ചു സമയം മുമ്പാണ് കൊടുത്തത്. പോത്ത് ഓടി വരുന്നത് കണ്ടപ്പോഴേ ഹയ്യ തിരിഞ്ഞോടി. മലിംഗമാണെങ്കിൽ ഉറക്കെ നിലവിളിച്ച് മുന്നോട്ട് മൂടി. സത്യത്തിൽ കയ്യിൽ ഒരായുധവുമില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് പോത്ത് എന്നിൽ നിന്നും തിരിഞ്ഞ് നേരെ പോയത് മലിംഗത്തിന്റെ പുറകെയാണ്. അവന്റെ നിലവിളിയും അലർച്ചയും കേട്ടിട്ടാകാം അത് അവന്റെ പുറകെ പോയത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു റൈഫിൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് അതുകൊണ്ട് അവന് പ്രത്യേകിച്ചു ഒന്നും ചെയ്യാൻ കഴിയില്ല. പോത്ത് അവന്റെ നേരെ പാഞ്ഞെടുക്കുന്നതിനിടയിൽ മലിംഗ താഴെ കിടന്നൊരു വള്ളിയിൽ കാൽ കുടങ്ങി നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാണുണ്ടായത്. പക്ഷെ ആ സമയത്ത് മലിംഗം അവന്റെ മനോധൈര്യം കൈവിട്ടിരുന്നില്ല. അവൻ നിലത്ത് മലർന്നു കിടക്കുകയും ഓടിവരുന്ന പോത്തിനെ തോക്ക് വിലങ്ങിനെ പിടിച്ച് അവൻ എതിർക്കുകയും ചെയ്തു. പക്ഷെ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ആ കാട്ടുപോത്ത് തോക്കിനെ കൊമ്പുകൊണ്ട് കോരിയെറിഞ്ഞു. അത് 20 യാർഡ് അകലത്തിലാണ് ചെന്ന് വീണത്. പോത്ത് തലയൊന്ന് ഉയർത്തി വീണ്ടും അവനെ തന്നെ കൊമ്പുകൊണ്ട് കുത്തിയെടുക്കാൻ നോക്കുകയാണ്. മലിംഗം അവന്റെ അരയിലുണ്ടായിരുന്ന കത്തി ഊരിയെടുത്ത് പോത്തിന്റെ വലത്തെ കണ്ണിലേക്ക് കുത്തിയിറക്കി. പോത്ത് തല തിരിച്ച് പിന്നോട്ട് മാറി. ആ ഒരു സെക്കൻഡിൽ തന്നെ മലിംഗം എഴുന്നേറ്റ് ഓടി. അവൻ എന്റെ നേരെയാണ് ഓടി വരുന്നത്. ഇതുവരെ ഇതെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂവെങ്കിലും ആ സമയം ഹയ്യ പെട്ടെന്ന് തോക്കുമായി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ തോക്കെടുത്ത് പോയിന്റ് ചെയ്തു നിന്നു. മലിംഗയും പുറകെ പോത്തും ഓടി ഞങ്ങളുടെ ഭാഗത്തേക്കാണ് വരുന്നത്. ഞാൻ മലിംഗത്തിനോട് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചാടി മാറാൻ ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സാഹചര്യത്തിൽ അവനതൊരിക്കലും ചെയ്യാൻ സാധിച്ചില്ല. അത്തരമൊരു സാഹചര്യത്തിൽ വെടിവെച്ചാൽ കൊള്ളുന്നത് മലിംഗത്തിനിട്ട് തന്നെയാകും. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും വിറളി പിടിച്ച ആ പോത്ത് മലിംഗത്തിനെ കൊമ്പിൽ കോരി മുകളിലേക്ക് കുടഞ്ഞെറിഞ്ഞു. ആ പോത്ത് വീണ കിടക്കുന്ന ഇരയെ തീർക്കാനുള്ള അവസാന ശ്രമത്തിനായി മലിംഗയ്ക്ക് നേരെ വന്നപ്പോഴേക്കും അതിന്റെ ഷോൾഡർ ലക്ഷ്യം വെച്ച് ഞാൻ ആദ്യ വെടി പൊട്ടിച്ചു. ഒരു വശത്തേക്ക് മറിഞ്ഞു വീണുവെങ്കിലും എന്റെ രണ്ടാമത്തെ ബാരലെ വെടി അതിന്റെ മർമ്മത്തിലിട്ട് തന്നെ കൊണ്ടു. അന്തരീക്ഷം ശാന്തമായി. കാട്ടുപോത്ത് ചത്തെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാനും ഹയ്യയും മലിംഗത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ ഇതിനോടകം മരിച്ചിരിക്കുമെന്നാണ് ഞാൻ സത്യത്തിൽ കരുതിയിരുന്നത്. പക്ഷെ ഭാഗ്യം കൊണ്ട് ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. പോത്തിന്റെ കൊമ്പുകൊണ്ട് തുടയിൽ ആഴത്തിലൊരു കീറലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മുറിവുകൾ മരുന്ന് വെച്ച് കിട്ടി. ശേഷം തുടയിലെ ആ മുറിവ് തുന്നിക്കൂട്ടി. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, കാടിന്റെ നടുവിൽ വെച്ച് മുറിവ് തുന്നുകയോ? അതിനുള്ള ആവശ്യ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. ചെത്തിക്കുറിപ്പിച്ച ഒരു മുളയുടെ കഷ്ണം സൂചിയായും എന്റെ കാക്കി ഷർട്ടിലെ നൂലും കൊണ്ടാണ് ഞാൻ ആ മുറിവ് തുന്നിയത്. 1 മാസം കഴിയുമ്പോഴേക്കും മുറിവുകൾ മാറി മലിംഗ പതിയെ റിക്കവറായി വരുന്നുണ്ടായിരുന്നു. ഈ പോത്ത് ഇതിനോടകം തൊട്ടടുത്ത ഗ്രാമത്തിലെ 2 ആളുകളെ ഇതുപോലെ ഓടിച്ചു കൊന്നിരുന്നു. മലിംഗം പതിയെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ മാനസിക നില അല്പം ബുദ്ധിമുട്ടിലായിരുന്നു. എപ്പോഴും നിരാശയും ദുഃഖവുമായിരുന്നു അവന്. ശരിക്കും ഈ മലിംഗം വളരെ രസികനായ ഒരു കക്ഷിയാണ്. ആൾക്ക് ഓരോ ഗ്രാമത്തിലും ഓരോ കാമുകിമാരുണ്ട്. എപ്പോഴും ചിരിച്ചു മാത്രമേ മലിംഗത്തിനെ കാണാൻ സാധിക്കൂ. എന്നാൽ കുറച്ച് ദിവസമായിട്ടുള്ള ഇവന്റെ ഈ വിഷാദത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരിക്കൽ ഞങ്ങളെല്ലാവരും ഗ്രാമത്തിൽ വട്ടം കൂടി സംസാരിക്കുന്നതിനിടയ്ക്ക് അവന്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റത്തിനെ പറ്റി അവനോട് തന്നെ ഞാൻ ചോദിച്ചു. അതിന് അവൻ തന്ന മറുപടി സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. വളരെ ആശ്ചര്യത്തോടെയാണ് അവനത് പറഞ്ഞത്. മാസ്റ്റർ, ഞാൻ ഇങ്ങനെയാകാൻ കാരണം എൻ്റെ ഭാര്യയാണ്. അവൾ എന്നെ ചതിച്ചിരിക്കുന്നു.
അവളിപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ആ പോത്തെന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ചിരിച്ചുപോയി. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഈ മനുഷ്യർക്കിടയിലുള്ളത്. 2 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ടാങ്കനിക്ക തടാകത്തിന്റെ അരികിൽ നിന്നും ഒരു സംഘം ഞങ്ങളുടെ ക്യാമ്പിലേക്ക് വന്നു. അവർ മലിംഗയ്ക്കുള്ള ഒരു കത്തുമായി വന്നതായിരുന്നു. അവന്റെ സഹോദരൻ കൊടുത്തുവിട്ട കത്തായിരുന്നു അത്. അത് വായിച്ചയുടൻ അവൻ കരയുന്നതാണ് ഞാൻ കണ്ടത്. കരയുന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞതല്ലേ അവൾ എന്നെ ചതിക്കുമെന്ന്. അപ്പോൾ എൻ്റെ അന്ധവിശ്വാസമാണെന്നല്ലേ പറഞ്ഞത്. ഈ കത്ത് വായിച്ചു നോക്കൂ മാസ്റ്റർ. ആ കത്തെൻ്റെ നേരെ നീട്ടിക്കൊണ്ട് മലിംഗൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശാന്തനായി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ സ്വയവും കുറച്ചെന്നോടായും പറഞ്ഞു. എനിക്ക് ഈ ഗ്രാമത്തിൽ നിന്നെല്ലാം കല്യാണം കഴിക്കാൻ ധാരാളം സ്ത്രീകളെ കിട്ടും. അവൾ ഇന്നെനിക്ക് ആരുമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മലിംഗം അവന്റെ സങ്കടം തീർത്തു. ഇനി തന്നെക്കാൾ പ്രായം കൂടിയ വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുമെന്നും അവൻ പറയുന്നത് ഞാൻ കേട്ടു. എന്തായാലും പതിയെ മലിംഗം പഴയ മലിംഗമായി മാറിയിരുന്നു. പഴയ സന്തോഷവും ചിരിയുമൊക്കെ അവന്റെ മുഖത്ത് തിരിച്ചു വന്നു. ഇപ്പോൾ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടായാൽ അവർ തന്റെ ഭാര്യ വിശ്വാസവഞ്ചന ചെയ്തുവെന്നാണ് കരുതുന്നത്. ഇത് പറഞ്ഞ് ഇവർ ആ സ്ത്രീയെ വിഷപരീക്ഷണത്തിന് വിധേയമാക്കും. ആഫ്രിക്കയിലെ ആചാരങ്ങളാണിതെല്ലാം. ഇനി ആദ്യം പറഞ്ഞ ആ ആനവേട്ട കഥ പറയാം. വർഷം 1908 ഒരു ജൂൺ മാസം. ഞാൻ ലിൻഡിയിൽ നിന്നും മഹാംഗയിലേക്കുള്ള യാത്രയിലായിരുന്നു. ക്ഷീണം കാരണം പോകുന്ന വഴിയിലെ ഒരു ഗ്രാമത്തിൽ തങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഒരു കുന്നിൻ ചെരുവിലുള്ള ചെറിയ ഗ്രാമമായിരുന്നു അത്. ടിക് ഫീവർ കാരണം എൻ്റെ ആരോഗ്യം അല്പം മോശമായിരുന്നു. കൂടെ 3 ദിവസം നീണ്ട യാത്രയും. എന്തായാലും ഗ്രാമത്തിൽ വിശ്രമിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ഗ്രാമമുഖ്യൻ എൻ്റെ കുടിലിൻ്റെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പൊട്ടസംഭോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ കുടിൽ നിന്നും പുറത്തു വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് ആ വാർത്ത അദ്ദേഹം പറയുന്നത്. അടുത്ത ഗ്രാമത്തിലെ തദ്ദേശവാസിയായ ഒരു വേട്ടക്കാരൻ ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു. തേൻ ശേഖരിക്കാൻ പോയ ഇദ്ദേഹത്തിൻ്റെ 2 സഹായികളാണ് ഈ വിവരം മൂപ്പനെ അറിയിച്ചത്. ആനവേട്ടക്കാരനായ ഒരു വെള്ളക്കാരൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവർ ഇന്നലെ രാത്രിയിൽ തന്നെ വിവരമറിയിക്കാൻ ഇങ്ങോട്ട് വന്നത്. വലിയ ഒരു ആന എന്നാണ് ഇവർ എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു വേട്ടയ്ക്കുള്ള ആരോഗ്യം എനിക്കപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമാണ്. എന്തായാലും ആന ആ മനുഷ്യനെ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കൂടുതൽ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഗ്രാമത്തിൽ വിവരം പറഞ്ഞ ആ വേട്ടക്കാരനെയും എൻ്റെ ട്രാക്കർമാരെയും കൂട്ടി ഞാൻ നടപ്പാരംഭിച്ചു. 10 മണി ആയപ്പോഴേക്കും ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തി. ഞാൻ അപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അയാളുടെ ശരീരം ആന ചവിട്ടി അരച്ചിരുന്നു. തലയാണെങ്കിൽ മണ്ണിലൊരു പൾപ്പ് പോലെ ആഴിക്കഴിഞ്ഞതാണ് ഞങ്ങൾ കണ്ടത്. സ്റ്റീം ഹാമറിൽ കൊണ്ടുവച്ച ഒരു ഇരുമ്പ് കഷ്ണം അടിച്ചു പരത്തിയാൽ എങ്ങനെയാണോ അതുപോലുണ്ട് കാണാൻ. വയറിൽ ആന കൊമ്പിറക്കിയിട്ടുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. ഞാൻ എൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അപ്പോഴേക്കും മറന്നിരുന്നു. കാരണം ഇത്രയും ക്രൂരത കാണിച്ച ഈ ആന ഗ്രാമവാസികൾക്ക് തീർച്ചയായിട്ടും ഭീഷണി തന്നെയാണ്. കൂടാതെ അതിൻ്റെ വലിയ കൊമ്പുകൾ എനിക്ക് എടുക്കുകയും ചെയ്യാം. ഞങ്ങൾ സംഭവ സ്ഥലത്തിൻ്റെ ചുറ്റിലായി ഒരു പരിശോധന നടത്തി. ആനയുടെ ഫുട് പ്രിന്റിനായി തിരഞ്ഞു. ഒടുവിൽ ആ കൊലപാതകിയുടെ ട്രാക്കുകൾ കണ്ടെത്തി. ഞാനും എൻ്റെ ട്രാക്കർമാരും അതിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ 577 ഡബിൾ ബാരൽ റൈഫിൾ മലിംഗത്തിൻ്റെ കയ്യിലും 10.75 റൈഫിൾ നദവാസിയുടെ കയ്യിലുമായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ആനയുടെ അടുത്തെത്തി. ഞങ്ങൾക്ക് അവനെ കാണാവുന്ന ദൂരത്തിലാണ്. ആന ഒരു മുളങ്കാട്ടിനുള്ളിൽ അനങ്ങാതെ നിൽക്കുകയാണ്. ഏകദേശം 50 യാർഡ് ദൂരമേ കാണുകയുള്ളൂ. പക്ഷേ ആന ഞങ്ങളുടെ സാന്നിധ്യം ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ലക്ഷ്യം വെച്ച് നിൽക്കുമ്പോഴാണ് ആന തുമ്പിയുയർത്തി മണം പിടിച്ചത്. ആന ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞെന്ന് ഞങ്ങൾക്കുറപ്പായി. പെട്ടെന്ന് ഷോട്ട് എടുക്കാൻ എന്നോട് മലിംഗ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ പോയിന്റ് ചെയ്ത് ആനയുടെ ചെവിക്ക് പിന്നിലായി 1ാമത്തെ വെടി ഉതിർത്തു. എന്നാൽ ആന വിരളി പിടിച്ച് ഞങ്ങൾക്ക് നേരെ ഓടി വരികയാണ് ഉണ്ടായത്. ഞാൻ 2ാമത്തെ ബാരലിലെ വെടിയും പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു. അതവന്റെ ഹൃദയത്തിലേക്കാണ് തുളഞ്ഞു കയറിയത്. ആന തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് കുറച്ച് സെക്കൻഡ് അവിടെ തന്നെ ഒന്ന് നിന്നു. വീണ്ടും ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. റീലോഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നദവാസിയിൽ നിന്നും ഞാൻ എൻ്റെ 2ാമത്തെ റൈഫിൾ എടുത്ത് ഷോട്ട് എടുക്കാൻ തയ്യാറായി. അതതിൻ്റെ മുഖത്താണ് കൊണ്ടത്. പക്ഷേ ആനയുടെ ശൗര്യത്തിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. ആന എൻ്റെ തൊട്ടരികിൽ വരെ എത്തി. ഞാൻ അടുത്ത വെടി അതിൻ്റെ മസ്തകത്തിൽ തന്നെ പൊട്ടിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചു ദൂരം പിറകിലേക്ക് മാറിയിരുന്നു.
ആന നിലവിളിയോടെ നിലത്തേക്ക് വീണു. ഇത്ര ക്ലോസ് റേഞ്ചിൽ കിട്ടിയിട്ടും ഇത്രയും വെടി ഉതിർക്കേണ്ടി വന്നതിനെപ്പറ്റി ഞാൻ എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്തു. ആന ചെരിഞ്ഞെന്നുറപ്പായപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയി ഞങ്ങൾ പരിശോധിച്ചു. ആനയ്ക്ക് പറയത്തക്ക വലിപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ കൊമ്പുകൾ വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന വേട്ടക്കാരൻ അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത്. ഈ ആന ഇതിനു മുൻപും തദ്ദേശവാസികളായ 3 വേട്ടക്കാരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ബോധ്യമായി. ഏകദേശം 26 ബുള്ളറ്റുകളുടെ പാടുകളാണ് അതിന്റെ ശരീരത്തിൽ നിന്നും കണ്ടത്. അതിൽ 3 ബുള്ളറ്റുകൾ പുതിയതായിരുന്നു. കൊല്ലപ്പെട്ടു പോയ ആ വേട്ടക്കാരൻ ഇതിനെ വെടിവെക്കാൻ നോക്കിയപ്പോഴാണ് ആന ഇയാളെ കൊലപ്പെടുത്തിയത്. ആനയുടെ പുറകിലായാണ് ബുള്ളറ്റുകൾ കൊണ്ടിട്ടുള്ളത്. ആനയ്ക്ക് പരിക്കേൽപ്പിച്ചുവെങ്കിലും വീഴ്ത്താൻ കഴിയാത്തതിനാൽ ആന ഇയാളെ കൊലപ്പെടുത്തി. എന്തായാലും ഞങ്ങൾ കൊമ്പുകളെടുത്തു ഗ്രാമത്തിലേക്ക് മടങ്ങി. ഞാനൊരു ഗെയിം ഹണ്ടറാണ്. മനുഷ്യർക്ക് ആപത്തായ മൃഗങ്ങളെ വളരെ ചുരുക്കമാണ് ഞാൻ വേട്ടയാടിയിട്ടുള്ളത്. അതിലൊരു കഥയാണ് ഈ പറഞ്ഞത്. മാസ്റ്റർ, ആന, സിംബ എന്റെ ചെവിയിൽ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. സിംബ എന്റെ വിശ്വസ്തരായ ട്രാക്കർമാരിൽ ഒരാളാണ്. അവന്റെ ശബ്ദം എന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. ഡെംബോ എവിടെ? ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. ഇവിടെ അടുത്തു നിന്നാണ്. അവറ്റകൾ മരച്ചില്ലർ ഓടിക്കുന്നതിന്റെ ശബ്ദം അവൻ കേട്ടുവെന്ന് സിംബ പറഞ്ഞു. അവൻ പറഞ്ഞത് സത്യമാണോ അറിയാൻ ഞാൻ കുറച്ചു നേരത്തേക്ക് നിശബ്ദമായിരുന്ന് ചെവികൾ കൂർപ്പിച്ചു. അതെ, ആനകൾ ചില്ലകൾ ഒടിക്കുന്നതിന്റെ ശബ്ദം തന്നെയാണ്. സിംബയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ നോക്കുമ്പോൾ സമയം പുലർച്ചെ 4 മണിയാണ്. ഇപ്പോൾ ഇനി സമയത്ത് ഒന്നും ചെയ്യാനില്ല. നേരം വെളുത്തിട്ട് നോക്കാം. പുതപ്പ് ഒന്നുകൂടെ ദേഹത്തേക്ക് വലിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങി. അതെ, ഞാൻ ജെയിംസ് സദർലാൻഡ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലിയ 4 കൊമ്പന്മാർക്ക് പുറകെയായിരുന്നു. എന്നാൽ അതുങ്ങൾക്ക് ഞങ്ങളുടെ ഗന്ധം കിട്ടുകയും ആനകൾ അകന്നകന്ന് പോവുകയും ചെയ്തു. അവർ ഞങ്ങൾക്ക് പിടിതന്നിരുന്നില്ല. രാത്രി ആയപ്പോഴേക്കും ഏറ്റവും നിരാശയേറിയ വേട്ടയായത് മാറി. വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങൾ നല്ലതുപോലെ അന്ന് ക്ഷീണിച്ചിരുന്നു. രാത്രിയിൽ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എംബക്കുരി നദിയിൽ നിന്നും ഇനിയും 2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്. വിശപ്പും ദാഹവും എല്ലാവർക്കും കലശലായി തുടങ്ങി. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ തുടങ്ങിയ വേട്ടയാണ് ഇന്നത്തേത്. ശേഷിക്കുന്ന ദൂരം കൂടെ കവർ ചെയ്യാനുള്ള എനർജിയെ ഇനി എല്ലാവർക്കുമുള്ളൂ. ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന അവസാന തുള്ളി വെള്ളവും ഉച്ചയായതോടുകൂടി തീർന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പിറകിലായി ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവുമായി എൻ്റെ 4 സഹായികൾ ഞങ്ങളെ ഫോളോ ചെയ്തു വരുന്നുണ്ട്. അവരായിരുന്നു ഞങ്ങളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ ഇരുട്ട് വെളിച്ചത്തെ മായ്ച്ചു കളയുന്നത് പോലെ ഞങ്ങളുടെ പ്രതീക്ഷയും ഇരുട്ടിൽ മാഞ്ഞുപോയി. രാത്രിയായിട്ടും അവർ ക്യാമ്പിലേക്ക് എത്തിയില്ല. ഇനി രാത്രിയിലെ ഉറക്കം മാത്രമാണ്. രാത്രിയിലത്തെ ഉറക്കം ഞങ്ങളുടെ ക്ഷീണത്തെ മായ്ച്ചു കളഞ്ഞിരുന്നുവെങ്കിലും വിശപ്പും ദാഹവും ഒരൽപ്പം പോലും കുറഞ്ഞില്ല. വേട്ടക്കാരന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നേരം വെളുത്തു. പുലർച്ചെ കേട്ട ആനകളുടെ പുറകെ പോകാനാണ് ഇന്നത്തെ തീരുമാനം. തോക്കുകളെടുത്ത് വേഗത്തിൽ എംബക്കുരെ നദിയിലേക്ക് ഞങ്ങൾ നടപ്പാരംഭിച്ചു. അതിനു മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പയ്യന്മാരെ അവിടെ നിർത്തി. അവരോട് വേണ്ടത്ര വെള്ളം കുടിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഭക്ഷണവുമായി വരുന്ന 4 സഹായികളെ കണ്ടെത്താൻ പറഞ്ഞു. അതിനുശേഷം അവരെയും കൂട്ടി ഇവിടെ നിൽക്കാൻ പറഞ്ഞു. തിരികെ ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരും. സിംബയും ചിങ്കണ്ടോ എന്നും പറയുന്ന 2 ട്രാക്കർമാരുടെ കൂടെ ഞാൻ വേഗത്തിൽ നടപ്പാരംഭിച്ചു. വിസ്ലി റിച്ചാർഡിന്റെ .318 റൈഫിളും 577 സിംഗിൾ ഷോട്ട് ഡബിൾ എക്സ്പ്രസ് റൈഫിളുമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇത് ചുമന്ന് അധിക ദൂരം നടന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആനകളുടെ ട്രാക്കുകൾ കണ്ടെത്തി. സത്യത്തിൽ അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇന്നലെ ഞങ്ങളെ ഇട്ട് വട്ടം ചുറ്റിച്ച അതേ 4 കൊമ്പന്മാരുടെ ഫുട് പ്രിന്റുകൾ നദിയുടെ കരയിൽ നിന്നുള്ള നനഞ്ഞ മണ്ണിൽ ഇത് പതിഞ്ഞിട്ടുണ്ട്. ഇവർ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ വന്നതാണ്. നദിയുടെ ദിശയിൽ നിന്നാണ് ഇപ്പോൾ അവർ പോകുന്നത്. ട്രാക്കുകൾ പിന്തുടർന്ന് ഞങ്ങൾ നടപ്പാരംഭിച്ചു. വളരെ ശ്രദ്ധയോടെ വേണം ആനകളെ ട്രാക്ക് ചെയ്യാൻ. ആനകൾ പോയ വഴി കണ്ടെത്തുന്നതിൽ മിടുക്കന്മാരാണ് എൻ്റെ ട്രാക്കർമാർ. ആനയുടെ മണവും പിണ്ടവും പുല്ലുകൾ വകഞ്ഞു മാറി കിടക്കുന്നതും മരങ്ങൾ ഒടിച്ചിട്ടതുമൊക്കെ നോക്കിയാണ് ദിശ കണ്ടെത്തുന്നത്. അങ്ങനെ 3 മണിക്കൂറിൻ്റെ ഇടതൂർന്ന കുറ്റിക്കാടിലെയുള്ള നടത്തം. ഭാഗ്യവശാൽ കാറ്റ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആനകൾ വഴിയിൽ കാണുന്ന പഴങ്ങളും പുളികളുമെല്ലാം കഴിച്ച് വളരെ പതിയെയാണ് നടക്കുന്നത്.
അതുകൊണ്ട് ആനകളുടെ മുമ്പിലെത്താനുള്ള ഞങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നടത്തത്തിന് ഒരൽപ്പം വേഗത കൂട്ടി. ശ്രദ്ധ എപ്പോഴും വേണം. നേരെ ആനയുടെ മുന്നിൽ ചെന്ന് ചാടാൻ പാടില്ല. 10 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ആനകളുടെ അടുത്തെത്തി. കഴിഞ്ഞ ദിവസത്തെ അനുഭവം വീണ്ടും ആവർത്തിച്ചു. അവർ വീണ്ടും വീണ്ടും ഞങ്ങളെ ചുറ്റിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ ട്രാക്കർ ചിങ്കോണ്ടോ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ഭാരമേറിയ 577 റൈഫിൾ വഹിച്ച് അവൻ ക്ഷീണിച്ചുവെന്നും ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പറഞ്ഞു. അതിനാൽ തോക്ക് ഞാൻ തന്നെ എടുത്ത് അവനെ തിരിച്ച് ക്യാമ്പിലേക്ക് മടക്കി പറഞ്ഞയച്ചു. ഞാനും സിംബയും നടപ്പാരംഭിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേർ വല്ലാതെ തളർന്നിരുന്നു. അപ്പോഴേക്കും ആനക്കൂട്ടം കുറ്റിക്കാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച നിമിഷം എത്തിയെന്ന് കരുതി. പക്ഷേ ആ പ്രതീക്ഷ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നത്. ഇതുവരെ ഞങ്ങൾ ട്രാക്ക് ചെയ്ത് എത്തിയിരിക്കുന്നത് ഒരു വലിയ പുൽക്കാട്ടിലേക്കാണ്. അതെ, ഇടതൂർന്ന ആനപ്പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക്. പോരാത്തതിന് മുള്ളുകളുള്ള കുറ്റിച്ചെടുകളും. ആനകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു മനുഷ്യന് ഇതിൻ്റെ ഉള്ളിലൂടെ പോവുക എന്നത് വളരെ കഷ്ടമാണ്. ദുഷ്കരമായ പാതയാണ് ഇനി മുന്നോട്ട്. അതറിയാം. തിരിച്ചു പോകുന്നതിൽ ഇനി അർത്ഥമില്ല. ഞാനും സിംബയും മുന്നോട്ട് വളരെ കഷ്ടപ്പെട്ട് നടന്നു. നിരങ്ങിയൊക്കെയാണ് പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ട്രാക്ക് ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ഉണ്ടായിരിക്കണം. ശബ്ദം ഉണ്ടാക്കാതെ വേണം മുന്നോട്ട് പോവാൻ. ചെറിയ എന്തെങ്കിലും ശബ്ദം മതി ഇത്രയും നേരത്തെ കഷ്ടപ്പാട് വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകാൻ. ഞങ്ങൾക്ക് ചുറ്റിലായി 12 മുതൽ 15 അടി ഉയരത്തിലാണ് പുല്ലുകൾ വളർന്നു നിൽക്കുന്നത്. ചുറ്റിലുള്ളതൊന്നും കാണുന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി നിരങ്ങി നീങ്ങുമ്പോൾ ചൂടും ശ്വാസം മുട്ടലും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ദാഹം ഇപ്പോൾ അടക്കാൻ കഴിയുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നും കാറ്റ് വീശുന്നുണ്ട്. ഞാൻ ശ്രദ്ധയോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടത്. അവർ ഞങ്ങളെ 2ാം തവണയും പറ്റിച്ചു. ഇപ്പോഴത്തെ ഞങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ നിങ്ങൾക്ക് വിവരിച്ചു തരണമെന്ന് എനിക്കറിയില്ല. വിശപ്പ്, ദാഹം, ക്ഷീണം, നിരാശ, ഇത് 4ഉം ഒരുമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ക്ഷീണം കൊണ്ട് ഞാൻ പൂർണ്ണമായി തളർന്നിരുന്നു. മനസ്സ് അശ്രദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മയങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും സിംബ എന്നെ വിളിച്ചുണർത്തി. അവൻ തൻ്റെ പുകയില പെട്ടിയെടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാനത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്കെൻ്റെ മനോനില തിരിച്ചെടുക്കാൻ അത് സഹായിച്ചു. സമയം വൈകുന്നേരമായി തുടങ്ങി. എല്ലാ മൃഗങ്ങളും ദാഹം ശമിപ്പിക്കാൻ നദിയിലേക്ക് പോകുന്ന സമയമാണ്. ഞരമ്പുകളെ ഉന്മേഷപ്പെടുത്താൻ ഒരു നുള്ളു പുകയില കടിച്ചുകൊണ്ട് എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടങ്ങി. അരക്കെട്ട് മുറുക്കിയെടുത്തു. ഇത് അവസാന ശ്രമമാണ്. ആകാശത്തേക്ക് മുഖമുയർത്തി, ദൈവമേ, ദയവായി ഈ ആനകളെ ഞങ്ങൾക്ക് തരൂ, സിംബ പ്രാർത്ഥിച്ചു. വീണ്ടും കഠിനമായി ചേസ് ചെയ്ത് ഞങ്ങൾ പുൽക്കാട്ടിൽ നിന്നും പുറത്തു കടന്നു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവരുടെ അടുത്തെത്തി. അവർ ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറുന്നത് ഞങ്ങൾ കണ്ടു. സൂര്യൻ പെട്ടെന്ന് തന്നെ അസ്തമിക്കുമെന്നതും ഇരുട്ടിനി വരാൻ പോകുമെന്നതും അറിയുന്നതുകൊണ്ട് കാര്യങ്ങൾ സ്വല്പം വേഗതയിലാക്കി. മസിലുകളെല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്തു. വൈകുന്നേരത്തെ തണുത്ത കാറ്റ് ഞങ്ങളുടെ ക്ഷീണത്തെ ഒന്ന് തണുപ്പിച്ചു. വീണ്ടും ഞങ്ങൾ ആനകളെ ട്രാക്ക് ചെയ്ത് നടപ്പാരംഭിച്ചു. ശ്രദ്ധിച്ചു വേണം നടക്കാൻ. വഴിയിൽ വീണ കിടക്കുന്ന മരങ്ങളും വളഞ്ഞു തിരിഞ്ഞ വഴിയും. ഇനി ആന എങ്ങാനും തിരിഞ്ഞു വന്നാലോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പൊതുവെ ആനകൾ ഇത്തരം സാഹചര്യങ്ങളിൽ അനങ്ങാപ്പാറ പോലെ വല്ല മറവിലും നിൽക്കും. വേട്ടക്കാരൻ അടുത്തെത്തുമ്പോഴായിരിക്കും അവർക്ക് ഒരു അവസരം പോലും നൽകാതെ ആക്രമിക്കുക. പെട്ടെന്ന് ഒരു മുളങ്കം പൊടിയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അടുത്തെത്തിയെന്ന് മനസ്സിലായി. മുന്നിൽ കണ്ട ഒരു ഉറുമ്പ് കൂനയിൽ കയറി നിന്ന് നോക്കാൻ ഞാൻ സിംബയോട് പറഞ്ഞു. 100 യാർഡ് അകലെയായി 4 ആനകൾ നിൽക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. വലിയ കൊമ്പുള്ള ഭീകരനായ ഒരാന ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവൻ 3 ആനകളിൽ നിന്ന് ഒരൽപ്പം പിന്നിലായാണ് നിൽക്കുന്നത്. ഞങ്ങൾ താഴേക്ക് കുനിഞ്ഞിരുന്ന് നിരങ്ങി ആനയുടെ അടുത്തേക്ക് നടപ്പാരംഭിച്ചു. എൻ്റെ കൂടെ തന്നെ സിംബയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വലിയ ആനയുമായി ഏകദേശം 30 യാർഡ് അകലത്തിലെത്തി. ആന പെട്ടെന്ന് തിരിഞ്ഞ് ഞങ്ങളെ ഒന്ന് നോക്കി. ആന ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണം. അവൻ കുറച്ചു നേരം ഞങ്ങളെ ഒന്ന് നോക്കി നിന്നു. ഇനി വൈകിക്കാനില്ല. എൻ്റെ 577 റൈഫിൾ ഒന്ന് ഗർജിച്ചു. നേരെ കണ്ണുകൾക്കിടയിലൂടെ അവൻ്റെ മസ്തകത്തിലേക്ക് ബുള്ളറ്റ് തുളഞ്ഞു കയറി. അവൻ ആ നിമിഷം തന്നെ വീണു. തങ്ങളുടെ കൂട്ടത്തിലെ വലിയവന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ 3 ആനകളും വീണ് കിടക്കുന്നവൻ്റെ ചുറ്റിലും കൂടി. അതിലൊന്നിൻ്റെ ചെവിയുടെ ദ്വാരങ്ങൾക്ക് മുന്നിലായി ഞാൻ അടുത്ത ഷോട്ട് പൊട്ടിച്ചു. ബാക്കിയുള്ള 2 ആനകൾ
എന്താണെന്ന് സംഭവിക്കുന്നതറിയാതെ നിൽക്കുകയാണ്. അതിലൊന്ന് തിരിഞ്ഞോടി. എന്നാൽ മറ്റവൻ ഒന്നവിടെ പരിഭ്രമിച്ചു നിന്നു. അതെനിക്ക് ധാരാളമായിരുന്നു. സിംബയുടെ കയ്യിൽ നിന്നും റൈഫിൾ വാങ്ങി അവന്റെ ഹൃദയത്തിലേക്ക് തന്നെ പൊട്ടിച്ചു. അതുകൊണ്ട് മാത്രം അവനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഷോട്ട് അവന്റെ ചങ്കിന് തന്നെ ലക്ഷ്യം വെച്ചു. ഇനിയും സമയം ബാക്കിയുണ്ട്. അവനും വീണു. വീണ് കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ. ഇനി നാലാമത്തവനെ തപ്പിയിറങ്ങണം. ഇപ്പോൾ തന്നെ സമയം ഇരുട്ടായി തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടു പിന്നിൽ നിന്ന് മുളകൾ ഒടിയുന്ന ശബ്ദം കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനെ കണ്ടില്ല. തെറ്റുപറ്റിപ്പോയി. അങ്ങനെ ഞങ്ങളൊരൽപ്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവനെ പിന്തുടരാൻ തീരുമാനിച്ചു. വെളിച്ചം മങ്ങി വരികയാണ്. സിംബ വളരെയധികം ക്ഷീണിച്ചിരുന്നു. ഇനി മുന്നോട്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുന്നിൽ എന്താണെന്നറിയാൻ ദൂരെ കണ്ട ഒരു മരത്തിൽ കയറി സിംബയോട് നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മരത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്കും സിംബയുടെ നിലവിളിയാണ് ഞാൻ കേട്ടത്. സിംബ അവൻ നിലവിളിച്ച് ഓടി വരികയാണ്. ഒരു ആന അവന്റെ പിന്നിലായി കൊലവിളി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. സിംബയോട് ഞാൻ പെട്ടെന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഓടാൻ പറഞ്ഞു. ആക്രോശിച്ച് കൊലവിളി ഉയർത്തി വരുന്ന ആനയുടെ തലക്ക് തന്നെ ഞാൻ വെടിപൊട്ടിച്ചു. ആന വെടികൊണ്ട് ഒന്ന് തല താഴ്ത്തി നിന്നു. ശേഷം ആന എന്റെ നേരെയാണ് ചാർജ് ചെയ്തു വന്നത്. അതേസമയം സിംബ ഒരു മിന്നൽ പോലെ നിലത്ത് കിടന്നിരുന്ന ഒരു വള്ളിയെടുത്ത് ആനയുടെ മുഖത്തേക്ക് ശക്തിയായി എറിഞ്ഞു. അതെനിക്ക് നേരിയ ആശ്വാസവും കുറച്ച് സമയവും നൽകി. അവൻ വീണ്ടും എഴുന്നേറ്റ് ഒരാംഗിൾ തിരിഞ്ഞാണ് വരുന്നത്. എൻ്റെ നേരെ തന്നെ. ഞാൻ രണ്ടാമത്തെ വെടിയും അവൻ്റെ നെറ്റിയിലേക്ക് തന്നെ പൊട്ടിച്ചു. അതൊന്നും അത്ര അവന് പരിക്കേൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവൻ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇത്തവണ എനിക്ക് അവനെ വിട്ടുകളയാൻ തീരെ ഉദ്ദേശമില്ല. ഞാൻ സിംബയിൽ നിന്നും റൈഫിൾ വാങ്ങി അവൻ്റെ പിന്നാലെ ഓടി. അവൻ വളരെ ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവൻ്റെ ഹൃദയത്തിൽ നോക്കി ഒരു വെടി പൊട്ടിച്ചു. ആന വീണ്ടും എനിക്ക് നേരെ തിരിഞ്ഞ് കൊലവിളിയും അലർച്ചയുമായി വീണ്ടും എൻ്റെ നേരെ വരികയാണ്. ഒരു 40 യാർഡ് അകലത്തിലെത്തിയപ്പോൾ അവൻ്റെ മസ്തകം നോക്കി ഞാൻ അടുത്ത ഷോട്ടും പൊട്ടിച്ചു. അടുത്ത ഷോട്ടിനായി റൈഫിളിന്റെ ബോൾട്ട് വലിച്ച് ബ്രീച്ചിലേക്ക് ബുള്ളറ്റ് ഇടാൻ നോക്കുമ്പോഴാണ് മാഗസിൻ കാലിയായിരിക്കുന്നത് ഞാൻ കാണുന്നത്. എനിക്ക് പറ്റിയ മണ്ടത്തരത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ തോക്കെടുത്ത് ആനയുടെ മുഖത്തേക്ക് എറിഞ്ഞു. അതേസമയം ഞാൻ ഇടത്തേക്ക് ചാടി മറയുകയും ചെയ്തു. അപ്പോഴാണ് എന്നിൽ നിന്നും ഇഞ്ചുകളുടെ അകലത്തിൽ സിംബ തോക്കുമായി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത്. എന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടായിരിക്കണം സിംബ തിരനിറക്കുകയും അവൻ തന്നെ വെടി പൊട്ടിക്കുകയും ചെയ്തു. അത് ആനയുടെ തുമ്പിക്കൈയിലൂടെ കടന്നുപോയി വായിലേക്കാണ് കയറിയത്. വെടികൊണ്ട ആന വിറച്ച് വലതുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഒരു മരത്തിൽ ഇടിച്ച് മരം നയൻപിൻ വീഴുന്നത് പോലെ വീണു. ആന ഒരു 50 യാർഡ് കൂടെ നടന്നു. അപ്പോഴേക്കും ഞാൻ സിംബയിൽ നിന്നും റൈഫിൾ വാങ്ങി 2 കാട്രിഡ്ജുകൾ നിറച്ചു. ആനയുടെ അടുത്തേക്ക് ഓടി. ഇത്രയും വെടികൊണ്ടിട്ടും വീഴാത്ത ആനയെ എൻ്റെ അവസാന ഷോട്ട് അവൻ്റെ ഹൃദയം തുളച്ചു. ആന ഇടിമിന്നലേറ്റെന്ന പോലെ മറഞ്ഞു വീണു. കുറച്ചു നേരം ശ്വാസമെടുത്തു. പിന്നെ ആന നിശ്ചലനായി മാറി. കുറച്ചു നേരത്തെ ജീവൻ മരണ പോരാട്ടത്തിന് ശേഷം ഞാനും സിംബയും ക്ഷീണിച്ച് നിലത്തിരുന്നു. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചില്ല. അസഹനീയമായ ദാഹം അനുഭവപ്പെടുന്നുണ്ട്. ദാഹം കൊണ്ട് സിംബ ആനയുടെ തലയിൽ നിന്ന് രക്തം കുടിക്കുന്നത് ഞാൻ കണ്ടു. വേദനയും ദാഹവും കൊണ്ട് ഞാൻ പാതി ഭ്രാന്തനായി മാറിയിരുന്നു. പക്ഷേ എഴുന്നേറ്റു നിന്ന് അവിടെ കണ്ട ഒരില വായിലിട്ട് ചവിച്ചു. ഇലയുടെ ചാറ് കൊണ്ട് തൊണ്ട നനക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഉടനെ സിംബ ഓടി വന്ന് എൻ്റെ കൈ കയറി പിടിച്ചു. അത് വിഷമരമാണെന്നും എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് സിംബ കുറച്ച് കിഴങ്ങുകളും വേരുകളും തപ്പിപ്പോയി. അകലെ നിന്നും സിംബയുടെ വിളി കേട്ട ഞാൻ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിച്ചെന്നു. തദ്ദേശവാസികൾ ഇൻറ്റമ്പെ എന്ന് വിളിക്കുന്ന ചെടിയുടെ തണ്ട് വെട്ടി മുറിച്ചിട്ടിട്ടുണ്ട്. സിംബ മുറിച്ചിട്ട 2 കഷ്ണം എനിക്കും തന്നു. ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കാനുള്ള നീര് അതിലുണ്ടായിരുന്നു. ഇനി രാത്രി കഴിച്ചുകൂട്ടണം. രാത്രിയിൽ ചന്ദ്രന്റെ നിലാവുണ്ടായിരുന്നു. സിംബ മങ്കു മരത്തിന്റെ തടിയിൽ നിന്നും കമ്പുരച്ച് തീ ഉണ്ടാക്കി. തീ കൂട്ടി. ഇനി ഭക്ഷണം വേണം. ആനയുടെ ഹൃദയത്തിൽ നിന്നും ഒരു ഭാഗമെടുത്ത് ചുട്ടു തിന്നു. അങ്ങനെ എരിയുന്ന തീക്കണൽ കിടന്ന് ഞാൻ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് എമ്പുക്കുരെ നദിക്കരയിലേക്ക് മടങ്ങി. ക്യാമ്പിൽ ഞങ്ങളെ തന്നെ കാത്ത് അവർ ഉണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ ഒരു കുളിയും സ്വാദിഷ്ടമായ ഭക്ഷണവും. അങ്ങനെ വെടിവെച്ചിട്ട ആനകളുടെ അടുത്തേക്ക് പോയി ഫോട്ടോ എടുത്തു. ആനകളുടെ കൊമ്പുകൾ മുറിച്ചെടുത്തു. അതിലെ ഏറ്റവും വലിയ ആനയുടെ കൊമ്പിന് തലയിൽ നിന്നും 6 അടി നീളവും 42 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. കഠിനമായ വേട്ടയാടൽ കാരണം
മലേറിയ എന്നെ രോഗിയാക്കി മാറ്റി. എന്നാൽ ക്യുനിനും വിസ്കിയും എൻ്റെ രോഗം ഭേദമാക്കി തന്നു. താമസിയാതെ ഇനി മറ്റൊരു വേട്ടയുണ്ടാകും.